ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്താണെന്നുള്ളൊരു ഇൻട്രോ ഞാൻ പറഞ്ഞിരുന്നു. 16 മണിക്കൂർ ഫാസ്റ്റ് ചെയ്ത് 8 മണിക്കൂർ ഫുഡ് കഴിക്കുന്ന രീതിയാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയിലെ ഇൻട്രൊഡക്ഷൻ എല്ലാവരും കാണാൻ ശ്രദ്ധിക്കുമല്ലോ. പിന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ഥിരമായിട്ട് ഷുഗറിനോ പ്രഷറിനോ കൊളസ്ട്രോളിനോ എന്തിനെങ്കിലും മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം ഈ ഡയറ്റ് ഫോളോ ചെയ്യുക. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കൃത്യസമയത്ത് ആരംഭിച്ച് കൃത്യസമയത്ത് അവസാനിപ്പിക്കുന്ന, അതായത് സമയത്തിനും ഭക്ഷണത്തിൻ്റെ അളവിനും പ്രാധാന്യം നൽകുന്ന ഒരു ഡയറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ഭക്ഷണവും വേണ്ട അളവിൽ നമുക്ക് കഴിക്കാമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ പെട്ടെന്നൊരു ദിവസം ആരും ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലേക്ക് കടന്നു വരരുത്. ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരിക, ശേഷം മാത്രം ഈ ഡയറ്റിലേക്ക് കടന്നു വരിക. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ഷീണം അനുഭവപ്പെടുകയും ഇത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയാതെയും വരും. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എങ്ങനെ ആരംഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാൻ തീരുമാനിച്ചാൽ ആദ്യം നമ്മൾ ഒരു 12 മണിക്കൂർ ഫാസ്റ്റിംഗ് എടുക്കുക. ശേഷം ഫോളോ ചെയ്യാൻ കഴിയുമെന്ന് തോന്നിയാൽ 12 മണിക്കൂർ ആക്കുക. ശേഷം നമ്മുടെ ശരീരം ഫാസ്റ്റിങ്ങിന് റെഡിയാണ്, നമ്മളൊരു ട്രാക്കിലേക്കായി എന്ന് തോന്നിയാൽ 16 മണിക്കൂർ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നമ്മൾ ഫോളോ ചെയ്യുക. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന് നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു സമയമാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതായത് വൈകിട്ടൊരു 7 മണിക്ക് ഫുഡ് കഴിച്ച് നിർത്തി കഴിഞ്ഞാൽ മോർണിംഗ് ഫുഡ് ഒരു 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ 4 മണിക്ക് ഫുഡ് കഴിച്ച് നിർത്തുകയാണെങ്കിൽ രാവിലെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആരംഭിക്കാം. ഈവനിങ് ഫുഡ് എപ്പോഴും നമ്മൾ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉദാഹരണമായിട്ട് പഴം പുഴുങ്ങിയതോ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. നമ്മൾ 7 മണിക്ക് ശേഷമുള്ള ഫുഡ് നമ്മൾ സ്കിപ്പ് ചെയ്യുക. ഇങ്ങനെ വയറ് കാലിയായി കിടക്കുന്നത് മൂലം കെട്ടിക്കിടക്കുന്ന കൊഴുപ്പും വിഷാംശങ്ങളൊക്കെ ഇല്ലാതാവുകയും നമ്മുടെ വെയിറ്റ് ലോസ് ആകാനും പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കൺട്രോൾ ആകാനും സാധ്യത കൂടുതലാണ്. ഒപ്പം തന്നെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഹാർട്ടിൻ്റെ പ്രവർത്തനം സുഗമമാകാനും ഒക്കെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മൂലം നമുക്ക് സാധിക്കുന്നു. നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആരംഭിച്ച ശേഷം ഏതെങ്കിലും ഒരു കല്യാണമോ ഫങ്ഷൻസോ ഒക്കെ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊന്നും മാറി നിൽക്കേണ്ട ഒരു കാര്യമില്ല. ആഘോഷങ്ങൾക്കൊക്കെ ശേഷം എത്രയും പെട്ടെന്ന് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലേക്ക് കടന്നു വരിക. ഒരു കുറച്ച് ദിവസം ഡിലേ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ 16 മണിക്കൂറിലേക്ക് കടന്നു വരാതെ 12 14 മണിക്കൂറൊക്കെ ഫാസ്റ്റ് ചെയ്ത ശേഷം 16 മണിക്കൂറിലേക്ക് നമ്മൾ കടന്നു വരിക. ഇവിടെ നമ്മൾ സമയത്തിനും ഹെൽത്തി ആയിട്ടുള്ള ഫുഡിനും അതിൻ്റെ അളവിനൊക്കെയാണ് പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.